പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മെയ് 25 തിങ്കളാഴ്ച. അപ്പസ്തോല പ്രവൃത്തികൾ 14 അധ്യായം 22 വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. നാം വായിച്ചു കേട്ടതായ വചനത്തിൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസും ബർന്നബാസും സുവിശേഷ പ്രവർത്തനത്തിനിടെ വലിയ എതിർപ്പുകളും പീഡനങ്ങളും അനുഭവിച്ചിരുന്നു എന്ന് കാണുന്നു. ലിസ്രയിൽ പൗലോസിനെ കല്ലെറിഞ്ഞ് മരിച്ചുവെന്ന് കരുതി പുറത്തേക്കെറിഞ്ഞു. എന്നാൽ അവൻ വീണ്ടും എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വേലയിലേക്ക് മടങ്ങി. പിന്നീട് വിശ്വാസികളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതായ വാക്കുകളാണ് ഇന്നത്തെ നമ്മുടെ വചനം. ഈ വചനത്തിലൂടെ ദൈവം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തീയ ജീവിതം എല്ലായ്പ്പോഴും എളുപ്പ വഴിയല്ല. വിശ്വാസത്തിൻ്റെ വഴി ചിലപ്പോൾ കണ്ണുനീരിൻ്റെയും പരീക്ഷണങ്ങളുടെയും ആയിരിക്കും എന്നാണ്. എന്നാൽ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, അത് ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ് എന്നും ഇവിടെ പ്രബോധിപ്പിക്കുന്നു. ലോകത്തിൽ പലരും വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിച്ചാൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ്. എന്നാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും, എങ്കിലും ധൈര്യപ്പെടുക. യേശു പറയുന്നു, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. അതിനാൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. കഷ്ടതകൾ നമ്മുടെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുന്ന ദൈവത്തിൻ്റെ ഉപാധിയാണ്. സ്വർണം തീയിൽ ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ വിശ്വാസിയും പരീക്ഷണത്തിലൂടെ ശക്തനാകും. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അനുവദിക്കുന്നത് നമ്മെ തകർക്കാനല്ല, മറിച്ച് നമ്മെ വളർത്താനാണ്. പ്രാർത്ഥനയിൽ ആഴപ്പെടാനും ദൈവത്തിൽ കൂടുതൽ ആശ്രയിക്കാനും ആത്മീയമായി വളരാനുമാണ് ദൈവം ചില അനുഭവങ്ങൾ അനുവദിക്കുന്നത്. ഇവിടെ നാം കാണുന്നു, പൗലോസ് കഷ്ടതകളെ ഭയപ്പെട്ടില്ല. കാരണം അവൻ മനസ്സിലാക്കി ഈ ലോകത്തിലെ താൽക്കാലിക വേദനകൾ നിത്യമഹത്വത്തോട് താരതമ്യം ചെയ്യാൻ കഴിയില്ല എന്ന്. അതുകൊണ്ടാണ് അവൻ വീണ്ടും എഴുന്നേറ്റ് സുവിശേഷ പ്രവർത്തനം തുടരുന്നത്. ഇന്ന് നമുക്കും ജീവിതത്തിൽ നിരാശയും എതിർപ്പുകളും ഉണ്ടാകാം. കുടുംബ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, തെറ്റിദ്ധാരണകൾ, ഇവയൊക്കെ നമ്മുടെ വിശ്വാസയാത്രയിൽ കടന്നു വരാം. എന്നാൽ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല എന്ന ബോധ്യം നമുക്കുണ്ടാകണം. കഷ്ടതകളിൽ ദൈവം നമ്മോടൊപ്പം നടക്കും. ചെങ്കടലിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ച ദൈവം ഇന്നും ജീവനോടെ നമ്മെ നയിക്കും. തീക്കുഴിയിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നിവരോടൊപ്പം നടന്ന ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിലെ തീക്കുഴികളിൽ നമ്മുടെ കൂടെയുണ്ട്. ഈ വചനത്തിൻ്റെ സന്ദേശം ദൈവരാജ്യം വളരെ വിലപ്പെട്ടതാണ് എന്നും കാണുന്നുണ്ട്. അതിലേക്കുള്ള വഴി ചിലപ്പോൾ ഇടുങ്ങിയതായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ അവസാനം കാത്തിരിക്കുന്നത് നിത്യജീവനും മഹത്വമാണ്. അതിനാൽ പരീക്ഷണങ്ങൾ മുമ്പിൽ നാം തളരരുത്. ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാൻ സാധിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകൾ എന്തുണ്ടായാലും ഒരു കാര്യം ഓർക്കുക, കഷ്ടത ജീവിതത്തിൻ്റെ അവസാനമല്ല, ദൈവരാജ്യത്തിലേക്കുള്ള യാത്രയുടെ ഭാഗമാണ്. പരീക്ഷണങ്ങളിൽ വിശ്വാസം കൈവിടരുത്, കണ്ണീരിൽ പ്രത്യാശ നഷ്ടപ്പെടരുത്. ദൈവം നമ്മെ കൈവിടുകയില്ല. കഷ്ടതയുടെ രാത്രിക്ക് ശേഷം മഹത്വത്തിൻ്റെ പ്രഭാതം ദൈവം ഒരുക്കിയിരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ആ വലിയ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തട്ടെ. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ജീവിതത്തിലെ കഷ്ടതകളിലും പരീക്ഷണങ്ങളിലും ഞങ്ങളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കണമേ. ഭയപ്പെടാതെ നിന്റെ കൈ പിടിച്ച് മുൻപോട്ട് നടക്കുവാൻ ഞങ്ങൾക്ക് ശക്തി തരണമേ. ദുഃഖത്തിലും കണ്ണുനീരിലും നിന്റെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കട്ടെ. ദൈവരാജ്യത്തിൻ്റെ പ്രത്യാശ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുവാൻ ഞങ്ങൾ അനുവദിക്കരുതേ. ദൈവസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു.
കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.